ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു റൈഡ് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഹിമാലയൻ 450 ഇല്ല, ഇന്ന് നമ്മുടെ റൈഡ് പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് കപ്പനുമായിട്ടാണ്. ഡ്യൂക്ക് 390 അവനെ നമ്മളങ്ങനെ റൈഡൊന്നും കൊണ്ടുപോയിരുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നത്തെ റൈഡ് എവനിൽ പോവാം. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തുള്ള മൺട്രോ തുരുത്തിലാണ്, മൺട്രോ ഐലൻഡ്. ഇപ്പം സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 1 മണിക്കൂറും കൂടെ എടുക്കും. നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. 5 മണിക്ക് എത്തിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ടൊരു ബോട്ട് എടുക്കുക, അവിടുത്തെ ആ ഒരു തുരുത്തിൻ്റെ അവിടെ പോവുക, അവിടെ ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ് പോലെയൊക്കെ ഉണ്ട്, അതുപോലെ പോവുക, ഇതൊക്കെയാണ് പരിപാടി. അപ്പം നമ്മൾ കുറച്ച് ഹറി ബെറി ആയിട്ടായിരിക്കും പോകുന്നത്, കാരണം സമയം ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ മാത്രമല്ല, അരവിന്ദുണ്ട്, നമ്മുടെ അരവിന്ദ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഹിമാലയനിൽ. സോ ഇന്ന് ഞാൻ ഹിമാലയൻ എടുക്കാത്തത് എവനെ ഒന്ന് കുറച്ചെങ്കിലൊക്കെ ലോങ് ഒക്കെ ഓടിക്കണ്ടേ, സിറ്റിയിൽ മാത്രം എവനെ ഓടിച്ചിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ച് എവനെ ഇന്ന് എടുക്കാം. സോ ഇന്ന് ഈ വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷനോ ആക്സസറീസോ വെച്ചിട്ടുണ്ടെന്ന് കാണിക്കും. ഇവന് വേറെ മോഡിഫിക്കേഷനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ലിക്വിഡ് മോളി എൻജിൻ ഓയിലാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്മൂത്താണ്, മൈലേജും അത്യാവശ്യം കിട്ടും. എനിക്കിതിന് ഏകദേശം 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അത് ഇതിൽ കാണിക്കുന്നത് മാത്രമല്ല, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും 30 കിട്ടുന്നുണ്ട്. സോ ഞാൻ ലിക്വിഡ് മോളി ഇപ്പം ഹിമാലയനിൽ യൂസ് ചെയ്യണേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലിപ്കാർട്ട് വഴി നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. ഹിമാലയനിൽ 10W40യും ഇതിൽ 10W50 നമ്മൾ ഒഴിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ പുതിയൊരു ബ്രാൻഡ് എൻജിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എൻജിൻ ഫ്ലഷ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് പഴയ ഓയിലിൻ്റെ എല്ലാ അംശവും മാറി ഈ ഒരു ഓയിലിൻ്റെ അംശം മാത്രമേ എൻജിൻ്റെ അകത്ത് കാണത്തുള്ളൂ. സോ നിങ്ങൾ മേടിക്കുമ്പോൾ എൻജിൻ ഫ്ലഷ് മേടിക്കണം ലിക്വിഡ് മോളിയുടെ, പിന്നെ MOS2 ഷൂട്ടർ മേടിക്കണം, പിന്നെ ഒരു 40 അഡിറ്റീവ്സ് എന്ന് പറയും, ഫ്യൂവൽ ഫിൽട്ടർ ക്ലീനർ. ഇത്രയും മേടിച്ചിട്ട് വേണം നിങ്ങൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ. ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കയറി മേടിക്കാൻ പറ്റും. വണ്ടി നല്ല സ്മൂത്ത് ആവും, വൈബ്രേഷൻ പോവും, പെർഫോമൻസ് കൂടും, മൈലേജ് ഇൻക്രീസ് ആവും. ഇത് ഇത്രയും എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഹിമാലയനിൽ മേടിച്ചത്. ഇപ്പോൾ ഈ ഡ്യൂക്ക് 390 ഏകദേശം 8100 കിലോമീറ്റർ ആയിട്ടുണ്ട്. വണ്ടി പെർഫെക്റ്റ് ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. സർവീസ് സെൻറ്ററിലൊന്നും കയറി ഇറങ്ങുന്ന ഒരു വണ്ടിയും ഇല്ല. ഫസ്റ്റ് സർവീസ് ചെയ്തു, സെക്കൻഡ് സർവീസ് ഇനി ചെയ്യണം. ഫസ്റ്റ് സർവീസ് ചെയ്ത് വെച്ചിട്ട് സെക്കൻഡ് സർവീസ് ചെയ്തെന്നാ തോന്നുന്നത്, ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും വേറെ കംപ്ലൈൻറ്റ്സ് ഇല്ല വണ്ടിക്ക്. നമ്മൾ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു കിടന്നാൽ അതിന് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. പ്രോപ്പറായിട്ട് ചെയിൻ ടൈറ്റിങ് ലോബിങ് ഒക്കെ ചെയ്ത് ഇതാരും തോന്നുന്നു. ഹെൽമെറ്റ് ക്ലിപ്പ് ചെയ്യുന്നില്ലല്ലോ. എപ്പോഴും പറയാറുണ്ട് അവനൊരു ഹെൽമെറ്റ് ക്ലിപ്പ് ചെയ്യണമെന്ന്. കാരണം നമ്മളല്ലാതെ ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ല. ഒരു ഇമ്പാക്റ്റും എല്ലാം ഉണ്ടാകുമ്പോൾ ഹെൽമെറ്റ് ആയിരിക്കും ആദ്യം വെച്ച് തെറിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്ട്രാപ്പ് ചെയ്തോ ക്ലിപ്പ് ചെയ്തോ ഡീറിങ്ങുള്ളവർ ഡീറിങ് ലോക്ക് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേണം ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ട്രാഫിക് ഉണ്ടല്ലോ, ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും. നാട്ടിൽ പോയവരൊക്കെ തിരിച്ചു വരുന്ന ടൈമായിരിക്കാം. പിന്നെ കഴിച്ച് ഇപ്പോൾ പുതിയ 390 ഇറങ്ങിയിട്ടുണ്ട്. പുതിയ 390 അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 350cc വരുന്നതാണ്. ഇറ്റ്സ് എ ഡൗൺ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പവറിൽ റിഡക്ഷൻ ഉണ്ട്. 41 bhp ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. എൻ്റെ ഇരിക്കുന്നത് 390 ആണെങ്കിലും 399cc എൻജിൻ വരുന്നതാണ്. അതായത് ഇപ്പം ഇതിനെ അറിയപ്പെടുന്നത് 390 ഡ്യൂക്ക് R എന്നാണ്.
350cc-നെയാണ് 390 ഡ്യൂക്ക് എന്നറിയുന്നത്. സോ ഇതൊരു 390 ഡ്യൂക്ക് ആറാണ്, CC കൂടിയ പവർ കൂടിയ ഡ്യൂക്ക് 390. സോ ഇതിന് പവർ ഏകദേശം 46 bhp, 39.5 Nm ടോർക്കുമാണ്. മറ്റേതിൽ വരുമ്പോൾ പവർ 41 bhp-യും 31-2 Nm ടോർക്കുമാണ്. കറക്റ്റ് വാല്യൂസ് എനിക്ക് അറിയില്ല, ബട്ട് ഇത് ഈ ഒരു റേറ്റ് ആണെന്നാണ് തോന്നുന്നത് വാല്യൂസ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ വിത്ത് ഓട്ടോ ബ്ലിപ്പർ, റൈഡ് ബൈ വയർ ത്രോട്ടിൽ, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എല്ലാം ഉണ്ട്. ജസ്റ്റ് എൻജിൻ്റെ CC കുറവും പിന്നെന്താണ് CC കുറവും പവർ കുറവും, അതാണ് മെയിൻ. പിന്നെ സൈഡ് പാനൽസിൽ പുതിയ മോഡലിൽ 6 കൂടെ എഴുതിയിരിക്കും, ഡ്യൂക്ക് 390R. അതായത് ഈ ഒരു മോഡലിന് ഞാൻ ആ സൈഡ് പാനൽ വരുമ്പം ഇതിൻ്റെ സൈഡ് പാനൽ സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു 390R സൈഡ് പാനൽ എടുത്ത് വയ്ക്കും. കാരണം ഇത് 6 ഇനി മുതൽ. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഈ ഒരു ക്രൂയിസ് കൺട്രോൾ നമ്മളെ ഹിമാലയനിൽ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മേ ബി ഒരു അപ്ഡേറ്റഡ് മോഡലിൽ അത് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്ഡേറ്റഡ് മോഡലിൽ വരുമ്പം ആ സംഭവം നമ്മുടെ ഇപ്പോൾ ഉള്ള മോഡലിലും കൂടെ വെക്കാൻ പറ്റുന്ന രീതിയിൽ റോയൽ എൻഫീൽഡ് ഇറക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മൺട്രോത്തുരുത്ത് അവിടെ എന്ത് സംഭവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു സീനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതൊരു നേച്ചർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അത്ര നല്ലൊരു കിടിലൊരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതെടുക്കണം, ബോട്ടിങ് എടുക്കണം, വെള്ളം എടുക്കണം. വെള്ളമാണ് അവിടുത്തെ മെയിൻ ബോട്ടിങ്. അതിൽ കയറി വേണം നമ്മൾ തുരുത്തിലോട്ട് പോകാൻ. ഞാൻ എൻ്റെ ചാനലിൽ പണ്ട് മൺട്രോത്തുരുത്തിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മുകളിൽ കയറി ചെക്ക് ചെയ്തോ. ഇതാണ് ലിങ്ക്. എന്തായാലും ഇപ്പം എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്നുള്ളത് ഇപ്പോൾ പോകുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കവർ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മളിപ്പം ട്രിവാൻഡ്രത്തുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഏകദേശം കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് സ്ഥലങ്ങൾ ലിസ്റ്റിലുണ്ട്. അവിടെയൊക്കെ നമ്മളെന്തായാലും പോകുന്നതാണ്. സോ ഈ ഒരു കേരള കവർ ചെയ്യാൻ ഞാൻ ഹിമാലയനും ഈ ഡ്യൂക്ക് 390 മിക്സഡ് ആയിട്ട് യൂസ് ചെയ്യും. കാരണം 2 വണ്ടിയും യൂസ് ചെയ്യണമല്ലോ. ഓൾ ഇന്ത്യ പോകുമ്പോൾ നമ്മൾ ഒറ്റ വണ്ടിയാണ്. ഹിമാലയനിൽ തന്നെ ഫുൾ പോകും. നമ്മൾ സ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുന്ന കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഈ റോഡിൻ്റെ പണി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ കിടിലമായേനെ. ഇപ്പോൾ ഈ റോഡ് പണി കിടക്കുന്നത് കൊണ്ടാണ് അവിടെ ഇവിടെ എല്ലാം ലെഫ്റ്റും റൈറ്റും എടുത്തൊക്കെ പോകുന്ന സർവീസ് റോഡൊക്കെ കയറി. ചൂട് അത്യാവശ്യമുണ്ട്. ചൂടിനൊരു കുറവില്ല. അതാണ് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു, ഡീഹൈഡ്രേറ്റ് ആവുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ റൈഡ് പോകുമ്പം ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ എടുക്കേണ്ട മസ്റ്റായിട്ട് വെള്ളം മേടിച്ചോണം. പോകുന്ന വഴിക്കൊക്കെ വെള്ളം കിട്ടും, അതെല്ലാം മേടിച്ച് ബാഗിൽ വെച്ചോണം. കൂടാതെ നിങ്ങളതിൽ വല്ല പോർട്ടബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ
അതും എടുത്ത് വെച്ചോ. ഞാനൊരു പോർട്ടബിൾ ഫാൻ റീസെൻ്റ്ലി മേടിച്ചായിരുന്നു, ന്യൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. ഏകദേശം 10 മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നൊരു ഫാനാണ് അത്. നല്ലൊരു സാധനമാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം. എൻ്റെ റിവ്യൂ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ കുറേ ഫങ്ഷണാലിറ്റീസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഹിമാലയനും ഈ ഒരു 390 ഓടിച്ച് വെച്ചിട്ട് രണ്ടും ഭയങ്കര എന്തുവാ, പകലും രാത്രിയൊന്നും പോലത്തെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതെല്ലാ കാര്യത്തിലും. അപ്പം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇഷ്ടമല്ലെന്ന് ഞാൻ പറയും, രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. 390 പിന്നെ കുറച്ചുകൂടെ പെപ്പിയാണ് വണ്ടി. നമുക്ക് ഏതിൻ്റെ ഇടയിൽ കൂടെയും എടുത്തോണ്ട് പോവാം. പെട്ടെന്നൊരു ത്രോട്ടിൽ കിട്ടും ഓവർടേക്കിങ്ങിൽ. വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വലിയ സ്ലോ ട്രാഫിക്കിലൊന്നും വലിയ എഫേർട്ട് തോന്നത്തില്ല, വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് കുറവാണ്, അപ്പം നമുക്ക് കാലൊക്കെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ പിന്നെ ഇതിലൊരു ടോളർ സീറ്റാണ് വെച്ചിരിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കുറച്ച് യൂസ്ഫുൾ സംഭവങ്ങളെ വെക്കാറുള്ളൂ. പിന്നെ മൊബൈൽ മൗണ്ട് ചെയ്യാനാണ് ഞാൻ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ബട്ട് സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിനൊരു അഡാപ്റ്റർ ഉണ്ട്, അത് നമ്മളൊരു കേസിൽ ഒട്ടിച്ചാണ് വയ്ക്കുന്നത്. ഞാനിന്ന് മൊബൈൽ എടുത്തപ്പോൾ ആ കേസല്ല ഇട്ടത്, അതുകൊണ്ട് ഇതൊന്നും യൂസ്ഫുൾ അല്ല. ലോറിക്കാരൻ കിടന്ന് എഴുകയാണല്ലോ. കൊച്ചി 160 കാണിക്കുന്ന ഇവിടെ ബോർഡിൽ.
ഇവിടെ ഒരു ടോൾ പ്ലാസ കാണിക്കുന്നുണ്ട് 1 കിലോമീറ്റർ. അപ്പൊ നമുക്കിനി മൺട്രോ തുരുത്തിന്റെ അടുത്തെത്താറാവുമ്പോ കാണാം. ഇത് പുതിയ ബൈപ്പാസ് ആണ്, ഒരു രക്ഷയില്ല, പൊളി. പക്ഷെ എനിക്കൊന്നും ഇവിടെ ബൈക്ക് അലോ ചെയ്യത്തില്ല ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ. സർവീസ് റോഡായിരിക്കും 2 വീലേഴ്സിന്. നമുക്കിനി എടുക്കേണ്ട ഡീവിയേഷൻ ഏതാന്ന് പോലും അറിഞ്ഞൂടാ. കൊല്ലം എത്താറായോ എന്തോ. അതായത് നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. മോനെ ഓഫ് റോഡ്, അതും ഡ്യൂക്കും കൊണ്ട്. ഓ അരവിന്ദ് പൊടിയിൽ കുളിച്ച് ആ ബസ്സിന്റെ പൊടിയിൽ. എന്താ കാരണ മോനെ? ഇവിടെ പണി കിടക്കണോണ്ട് മൺട്രോ തുരുത്തി പോണ വഴി ഏതെന്ന് പോലും അറിഞ്ഞൂടാ. ആ ലെവലിൽ പണി കിടക്കും. അതോ കണ്ടോ? ആ നോക്കാം. കൊല്ലം ആദ്യം എത്തട്ടെ. കൊല്ലം എത്തിയോ? ഏതാ സ്ഥലം? മൈലക്കാട്. ആ കൊല്ലത്തിന് മുമ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാ നമ്മൾ റൈഡ് ഡ്രോപ്പ് ചെയ്യാണ്. അരവിന്ദിൻ്റെ വണ്ടിയിൽ റിയർ ബ്രേക്ക് പമ്പാവുന്നില്ല. കണ്ടോ, ഇത് ഫ്രീ ഫ്ലോ ആയി. എനിക്കിവിടെ മാസ്റ്റർ സിലിണ്ടറിലോട്ട് ബ്രേക്ക് പമ്പാകാത്തതാണ്. എന്താ ചെയ്യാ? ബാക്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഞാൻ റൈഡ് ചെയ്ത് നോക്കി, ബാക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. അത്രയല്ല, നമ്മളിനി എത്തുമ്പോൾ ഇവിടുന്ന് 50 മിനിറ്റ് എടുക്കും മൺട്രോ ഐലൻഡ്. അപ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടിയില്ല. ഓ ബാഗ് ഒട്ടും കിട്ടുന്നില്ല കൈസ്ത, ചവിട്ടി പിടിച്ചേക്കുവോ. സർവീസ് സെൻ്റർ കാണിക്കണം. മാസ്റ്റർ സിലിണ്ടറിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, റിയർ ബ്രേക്കിൻ്റെ. എന്ത് ചെയ്യേ? ഐ തിങ്ക് വി ക്യാൻ ഡ്രോപ്പ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇറങ്ങാം. നെക്സ്റ്റ് വീക്കെൻഡ് ഇറങ്ങാം. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാം. ഇത് നാളെ സർവീസ് സെൻ്റർ കാണിക്കണേ. നീ പതുക്കെ ഓടിച്ചാൽ മതിയേ. പതുക്കെ പോവാം, റിലാക്സ് ചെയ്ത് പോവാം. എവിടെയെങ്കിലും കയറി വെള്ളം കുടിക്കാം. ആ എന്ത് ഗ്ലൗസ് ഉണ്ട്? പയ്യെ ഓടിക്കണം. ഫ്രണ്ട് ബ്രേക്കേ ഉള്ളൂ എന്ന് ആലോചിച്ചോ. എന്താടാ നിനക്ക് പേടിയാ? ഞാൻ എടുത്തോളാം. ഓ നീ അതെട്. അതും പതുക്കെ ഓടിക്കണം കേട്ടോ. 16 പോവല്ലേ, എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ ആയ എന്ത് ചെയ്യും മാൻ? നമ്മൾ ഓൾ ഇന്ത്യ എന്ത് ധൈര്യത്തിൽ പോവും? അപ്പം നമ്മൾ മൺട്രോ ഐലൻഡ് നെക്സ്റ്റ് വീക്കെൻഡ് പോകുന്നതായിരിക്കും. സോ ഈ ഒരു റൈഡ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്. കാരണം അരവിന്ദിൻ്റെ ഹിമാലയനിൽ ബാക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. ബാക്ക് ബ്രേക്ക് എന്തോ പമ്പാവുന്നില്ല ഒട്ടും ലിക്വിഡ്. നമ്മൾ തിരിച്ച് പതുക്കെ പോയി. ആ ഒട്ടുമില്ല ബാക്ക് ബ്രേക്ക്. അതുകൊണ്ട് ഞാൻ ഇത് റൈഡ് ചെയ്ത് നമ്മൾ പതുക്കെ ഓട്ടോ അവന്യൂ പോവുകയാണ്. നമ്മുടെ വണ്ടിയുടെ അക്സസറീസൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ വണ്ടിയുടെ കംപ്ലയിൻസൊക്കെ ഫിക്സ് ചെയ്യും. അവിടെ നിന്ന് ജസ്റ്റ് കൊണ്ടുപോയി കാണിക്കാം. എന്നിട്ട് നാളെ കൊണ്ടുവന്ന് റോയൽ എൻഫീൽഡ് കാണിക്കാം. അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നം സീനാണ്. കാരണം എനിക്ക് 2 ദിവസം മുമ്പ് ഫ്രണ്ട് ബ്രേക്ക് കയറി ഒന്ന് ഇടയ്ക്കൊന്ന് ജാമായിട്ടിരുന്നു. അതായത് ഈ ലിവർ മൂവ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ബാക്ക് ബ്രേക്ക് വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 5 സെക്കൻഡ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ബാക്ക് ബ്രേക്ക് ഒട്ടും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ അത്യാവശ്യം പതുക്കെയാണ് പോകുന്നത്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ വെച്ചിട്ട് അരവിന്ദിന് ചെറിയൊരു പേടി, ഈ ബ്രേക്ക് ഫ്രണ്ട് മാത്രം വെച്ചിട്ട് ഓടിക്കുക. കാരണം അതും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നല്ലോ. എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല ഗൈസ്. ഇവിടുത്തെ റോഡുകൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഹൈ റിസ്ക്കാണ് ഫോർ 2 വീലേഴ്സ്. കാരണം കാറുകളൊക്കെ ഭയങ്കര സ്പീഡിൽ വരുമ്പോൾ നമ്മൾ ബൈക്കിലുള്ളവർ ചിലപ്പം ലൈൻ ചേഞ്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കാറുകാർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അതാണ് ഒരു കാര്യം. അതുകൊണ്ടാണ് ഇതെന്തോന്ന് സർവീസ് റോഡിലോട്ട് 2 വീലേഴ്സ് ആക്കിയേക്കുന്നത്. നമുക്കിപ്പോൾ ഇത് പതുക്കെ റൈഡ് ചെയ്ത് ഓട്ടോ അവന്യൂവിൽ പോവാം. അവിടെ പോയി ഇതിൻ്റെ ബ്രേക്കിൻ്റെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് വെച്ചാൽ ഫിക്സ് ചെയ്യാം. എന്തായാലും വാറൻറ്റി ഉണ്ട്, അതുകൊണ്ട് വാറൻറ്റി കിട്ടും. ബട്ട് അതല്ലല്ലോ വണ്ടിയിലെ ഏറ്റവും മെയിൻ സേഫായിട്ടിരിക്കേണ്ട സാധനമാണല്ലോ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുവാണ് വണ്ടിക്ക്? മൺട്രോ ഐലൻഡിൽ നമ്മൾ അടുത്ത വീക്ക് തന്നെ വരും ഗൈസ്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് വരാൻ പറ്റും. ഇതിപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് എന്തായാലും പോകത്തില്ല. അത് മറ്റൊരു കാര്യം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 5:30 കഴിയും. 5:30 കഴിയുമ്പോൾ പിന്നെ ബോട്ടിങ് ചെയ്ത് നമ്മൾ ആ ഒരു തുരുത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ലൈറ്റ് പോകും. പിന്നെ നമുക്ക് ഡ്രോൺ ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അരവിന്ദ് ബാക്കിൽ വരുന്നുണ്ട് നമ്മുടെ വ്യൂ കപ്പനെയും കൊണ്ട്. റൈഡ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആ റൈഡൊക്കെ ക്യാൻസലാവുന്നത് ഗൈസ്. വരുത്തി വയ്ക്കുന്നതല്ല, നമ്മളെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒബ്വിയസ്ലി ഒരു മെക്കാനിക്കൽ പാർട്ടാണ്. എന്തെങ്കിലും ഇഷ്യൂ വരാം, പറയാൻ പറ്റില്ല നമുക്ക്. റോയൽ എൻഫീൽഡിനെ ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല. ഇറ്റ്സ് എ മെക്കാനിക്കൽ പാർട്ട്. സോ എന്തായാലും
ഇഷ്യൂസൊക്കെ വരാം. അത് അവർ ഫിക്സ് ചെയ്ത് തരിക എന്നത് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ ഗൈസ്, ഈ ഒരു റൈഡ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മുടെ മൺട്രോ ഐലൻഡിൻ്റെ വീഡിയോ എന്തായാലും ഉടൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം ഗൈസ്. സീ യു, ബൈ.